വൈറലാകുന്നില്ല, അല്ലെങ്കിൽ പോട്ടെ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല, സിനിമ ഇല്ല, ഒന്നുമില്ല, എന്ത് ചെയ്യാൻ വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി, വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാൽ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ നാടകത്തിനകത്തുണ്ടെന്ന് പത്രത്തിലുണ്ടായിരുന്നു, നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ്, അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലീവ് തരും. ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇതാണ് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ജോലി തരാന്ന് പറഞ്ഞത് അത് ഓരോ പ്രോസസ്സിംഗ് നടന്നുകൊടുക്കും, അതും വൈറ്റ് കോളർ ജോലിയല്ല, 10ാം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് PSC അന്ന് സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് മന്ത്രി വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇത് പുതുക്കണം, എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം, PSC ചെയ്താലല്ല സീനിയോറിറ്റി പുതുക്കണം, അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് അവർ. പക്ഷെ ഇതുവരെ ഒന്നും ഇതൊക്കെ നിർത്തിപ്പോകത്തൊന്നുമില്ല. ഇത് വരുന്നോടത്ത് ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോകത്തില്ല, ഇങ്ങോട്ട് വരുന്നത് ഞാൻ ചെയ്തിരിക്കും. എല്ലാം താങ്കളുടെ കാൽ കീഴിൽ വന്ന അവസരങ്ങളാണോ? അല്ല കാൽ കീഴിൽ വന്നെന്ന് ഞാൻ പറയത്തില്ല. സുധിച്ചേട്ടനുള്ള ഇഷ്ടം കൊണ്ട് എന്നോട് ചോദിച്ചു, ഇത് ചെയ്യാമോ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. നേരത്തെ എന്തുകൊണ്ട് ചോദിച്ചില്ല സുധിച്ചേട്ടൻ? അത് എനിക്കറിയത്തില്ല, അത് അവരുടെ കാര്യമല്ലേ, അതെങ്ങനെ ഞാൻ അറിയുന്നത്, അവരെന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് എനിക്കറിയില്ല. ഇതിന് മുന്നേ സുധിച്ചേട്ടൻ ഉള്ളപ്പോഴത്തേനും ഒരു പ്രൊഡ്യൂസർ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. സുധിച്ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി, ഇനിയിപ്പം ആ പുള്ളി എവിടെയാണെന്ന് അറിയത്തില്ല, സുധിച്ചേട്ടൻ മരിച്ചു പോയി, നിങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമില്ല. പുള്ളി ചോദിച്ചു, രേണു ഇതിനകത്ത് ചെയ്യാൻ വരുന്നു, അഭിനയിക്കുന്നു. അപ്പം സുധിച്ചേട്ടൻ, ഞാനപ്പം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്, സുധിച്ചേട്ടന്റെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല, സുധിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് താല്പര്യമാണ് അന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് അവസരം ഒരെണ്ണം വന്നായിരുന്നു, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. സുധിച്ചേട്ടനുമായിട്ട് നിങ്ങൾ നല്ല രമ്യതയിലാണോ കഴിഞ്ഞത്? നല്ല സന്തോഷത്തിൽ, നല്ല എന്താ, എന്നെ സുധിച്ചേട്ടൻ സത്യം പറഞ്ഞ മോളെന്ന രീതിയിലാണ്, ഒരു മോളെ പോലാണ് എന്നെ ഞാനപ്പോ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നെ എന്തിനാ, കാരണം ഫുഡ് എടുത്ത് കയ്യിൽ തരുന്നത് ഞാൻ കൊടുത്താലും പുള്ളി മേടിക്കത്തില്ല, പുള്ളി എനിക്ക് തരണം. എന്നെയും കിച്ചുവിനെ അങ്ങനെയാണ് കണ്ടോണ്ടിരുന്നത്. പിന്നെയാണ് ഋതപ്പം വന്നത്. നിങ്ങൾ ഇത്രയും ടെറർ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇത്ര പ്രശ്നക്കാരി മോളെ പോലെ കുഞ്ഞിനെ പോലെ? ഒരിക്കലും അല്ലായിരിക്കും. എനിക്ക് ഒന്നിന് ചേട്ടനേക്കാളും കുറെ ഏജ് ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും മോളെ പോലെ കരുതുന്നത്. ഭയങ്കര അങ്ങനെയായിരുന്നു എന്നെ. ഞാൻ പലപ്പോഴും ചോദിക്കും, ഞാൻ നിങ്ങളുടെ വൈഫല്ലേ, വൈഫായിട്ട് കണ്ടുകൂടെ എന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് മോളെ പോലാണ് നീ എന്നാണ് പറയാറുള്ളത്. രേണുസുധി ഇങ്ങനെ ആവാൻ കാരണം ചിലരുടെ മോശം സമീപനങ്ങളാണ്. എങ്ങനെയാകാൻ കാരണം എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ അഭിനയത്തിൽ എന്നെ ആരും മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അതായത് ഇപ്പോ കുറച്ചു മുമ്പ് നമ്മളെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഇനി എന്തും ചെയ്യും ഇന്ന് അഭിനയിക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ടാണ് അത് ശരിയാണ് എന്നാണ്. അപ്പൊ അത് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറെ കൂടെ നല്ല അഭിനയം കാഴ്ചവെക്കുമായിരുന്നു. കാഴ്ചവെക്കുമായിരുന്നു തോന്നുന്നു. അങ്ങനെ അഭിനയിക്കാൻ പറ്റൂ? പഠിക്കണം. രേണു പേടിക്കുന്നത് ആരെയാണ്, എന്തിനെയാണ്? ദൈവത്തെ പേടിയുണ്ട്. പിന്നെ എന്തിനെ എന്ന് ചോദിച്ചാൽ നാളത്തെ ഭാവി എന്തായി തീരും, ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല, അതിനൊരു പേടിയുണ്ട്, എന്തായി തീരുമെന്ന്. ഈ രണ്ട് കാര്യത്തെയാണ് ഞാൻ പേടിക്കുന്നത്. കുറച്ചുകൂടെ അഭിനയം നന്നാക്കിയാൽ നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്, അതോ മോശം അഭിനയത്തിലേക്ക് പിന്നെയും പോയാൽ ഭാവി ഉണ്ടാകുമെന്നാണോ ചിന്തിക്കുന്നത്? അഭിനയം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ജനങ്ങൾ ഇത്രയും വെറുത്ത സെലിബ്രിറ്റി ആയിട്ടുള്ള, ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്ത, സോഷ്യൽ മീഡിയക്കാർക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്ന രേണുസുധിയെ പരിചയപ്പെട്ടതിലും നമ്മളോടൊപ്പം കുറേയധികം സമയം ചെലവഴിച്ചതിലും ഒരുപാട് നന്ദി. എനിക്കും കണ്ടതിൽ സന്തോഷം. താങ്ക് യു.